പുറത്തുനിന്ന് വന്ന ആൾക്കാരാണോ ഹൌസിലെ ഒരു മത്സരാർത്ഥികളെ കുറ്റം ചൂണ്ടിക്കാണിക്കേണ്ടത്? ഹൌസിലെ ഒരു മത്സരാർത്ഥി കുറ്റം ചെയ്താൽ ഒപ്പമുള്ള മത്സരാർത്ഥികൾ വേണം ചൂണ്ടിക്കാണിക്കാൻ. പുറത്തുനിന്നുള്ളവർക്ക് കൈയടി കിട്ടുന്ന ഒരു അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് അടിസ്ഥാനപരമായിട്ട് 40 ദിവസമായിട്ട് ഒരുമിച്ച് ജീവിച്ചു അവിടെ ഗെയിം കളിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികളുടെ മുകളിലേക്ക് ഗസ്റ്റുകളായിട്ട് വന്ന ആൾക്കാർ ഏതെങ്കിലും രീതിയിൽ കടന്നു കയറിയാൽ അവരെ എടുത്ത് ഉടുക്കാനുള്ള ശേഷി അവിടെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഇയാള് പെൺവേഷം കെട്ടിച്ച് അവിടെ മൊത്തം നടത്തിച്ച് അതിനെതിരെ കൃത്യമായിട്ടുള്ള അവസരം വന്നപ്പോൾ അയാൾ പ്രതിഷേധിച്ചു. അയാൾ കൃത്യമായിട്ടുള്ള ഗെയിം പ്ലാൻ നടപ്പാക്കി, ഒരു മൈൻഡ് ഗെയിം തന്നെ നടപ്പാക്കി. എന്നിട്ട് താൻ എന്താണോ അതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യാത്തത്? ഇയാൾക്ക് അനീഷിന് ഇഷ്ടമല്ലേ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇയാൾ കപ്പടിച്ചു, ഇയാൾ വലിയ ആളാണ്, സമ്മതിച്ചു. പിന്നെ വേറെ ആരും വേണ്ടേ? താൻ കഴിഞ്ഞാൽ പിന്നെ മൊത്തം പ്രളയമാണോ? ഇയാൾ കഴിഞ്ഞാൽ പിന്നെ മൊത്തം പ്രളയമാണോടോ? ഇവിടെ തന്നെക്കാളും വലിയ കളിയാണോ ഈ പറഞ്ഞ അനീഷ് കളിച്ചത്? താൻ ഗസ്റ്റിനെതിരെ പ്രതികരിച്ചു, ഓക്കെ, അനീഷ് ഗസ്റ്റിനെ കരയിച്ചു വിട്ടു. താൻ തന്റെ ബിഗ് ബോസിൽ തന്റെ സീസൺ 5 ശോഭയെ കരയിച്ചെങ്കിൽ രണ്ട് ദിവസം മാത്രം കിട്ടിയ ശോഭയെ അനീഷ് കരയിച്ചു വിട്ടു. അതിനെക്കുറിച്ച് എനിക്ക് എന്താ ഒന്നും പറയാനല്ലേ? അനീഷിന്റെ കൃത്യമായ ഒരു ഗെയിം പ്ലാൻ അല്ലേ അവിടെ ഷേക്കാൻഡ് കൊടുക്കാണ്ട് പോയത്, ഇറങ്ങിപ്പോയത് നീ കണ്ടില്ലേ മാരാരെ? അതെന്താ നീ പറയാത്തത്? ശോഭ തെറ്റ് ചെയ്തു എന്ന് സമർത്ഥിച്ചു അനീഷ്, കൃത്യമായിട്ട് സമർത്ഥിച്ചു. ശോഭ വന്ന് മാപ്പ് പറഞ്ഞില്ലേ, കരഞ്ഞില്ലേ, ഒരു വൈൽഡ് കാർഡിനെ കരയിച്ചു വിട്ടില്ലേ? തനിക്കതെന്താണോ പറയാൻ പറ്റാത്തത്? അഖിൽ മാരാരെ, ഇയാൾ മാത്രമല്ല വലിയ കൊണാണ്ടർ, ഇയാൾ വലിയ കൊണാണ്ടറാണ്, സമ്മതിച്ചു. പക്ഷെ തന്നെക്കാട്ടിൽ കഴിവുള്ള ഒരുപാട് ആൾക്കാർ ഈ ലോകത്തുണ്ട്.